ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്കയിലാണ് വളർന്നത്. അപ്പോൾ അവിടുത്തെ സ്കൂളിംഗ് ഒക്കെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സോ ആദ്യമായിട്ടാണ് ഞാനൊരു കോളേജ് ഫംഗ്ഷന് വരുന്നത് ഇന്ത്യയിൽ. അതും ഫുൾ ഗേൾസ് വീണോ ആ പവർ ഉള്ളത് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഏതെങ്കിലും കോളേജിലേക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെയാണ് പഠിച്ചത്. ബട്ട് നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും നിങ്ങളുടെ ഈ ഒരു എൻതൂസിയാസം കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ സിനിമ പ്രാങ്കോട് ഷാപ്പ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മെറിൻഡ എന്നാണ്. സോ എന്തായാലും നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണണം. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, വിഷ്വലി ആണെങ്കിലും ഓഡിയോ വൈസ്. ആൻഡ് അതിനെക്കാട്ടും അത് പറഞ്ഞറിയിക്കേണ്ട ഒരു സിനിമയല്ല, എന്തായാലും കണ്ട് അറിയേണ്ട ഒരു സിനിമയാണ്. സോ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ആദ്യത്തെ മൂവി ജയരാജ് സാറിന്റെ വീരം എന്ന് പറയുന്ന മൂവിയാണ്. അതില് കളരിപ്പേട്ട് എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസ് എനിക്കിപ്പം അതിനുശേഷമുള്ള എല്ലാ സിനിമകളിലും ഇങ്ങനെയുള്ള ഫൈറ്റുകളൊക്കെ വരുമ്പോഴും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കാണുന്നത് ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഫൈറ്റ് മാത്രമല്ല, അതിനും ഒരു ആർട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മള് ഇപ്പോ ഓരോ ക്യാരക്ടറിന്റെ സ്വഭാവത്തിനനുസരിച്ച്, സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് ഫൈറ്റിന്റെ രീതികൾ മാറും. ഏറം ചെയ്ത സമയത്ത് കളരിപ്പയറ്റായിരുന്നു കൂടുതലും അതിൽ ഫോക്കസ് ചെയ്തത്. അതുപോലെ മറ്റുള്ള കൽക്കി ചെയ്ത സമയത്തും വേറൊരു രീതിയായിരുന്നു. ഇതിൽ ശരിക്കും ഒരു കള്ള് ഷാപ്പിന്റെ ഓണറാണ് ഞാൻ. അപ്പൊ ഒരു നാടൻ ഫൈറ്റ് ഒരു കള്ള് ഷാപ്പിൽ നടക്കുന്ന ആ രീതി ആണ്. അപ്പൊ ഇതിനുള്ള ഒരു എക്സ്പീരിയൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കലൈ മാസ്റ്ററാണ്, മാർക്കോ ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള മാസ്റ്ററാണ്. അപ്പം ഒരു കൂടുതലും ഒരു വൺ ടേക്ക് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആണ്. അതായത് കട്ട് ചെയ്തിട്ടല്ലാതെ വൺ ടേക്ക് ആയിട്ടില്ല. അപ്പൊ കുറച്ചുകൂടി സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാനില്ല. അപ്പൊ ഞാനും ശബരീഷൊക്കെ ഉണ്ട് അതില്. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. അതിലൊരു ആർട്ട് ഉണ്ടെന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിലെല്ലാവർക്കും ഒരു പ്രത്യേക ലുക്കാണ്. ഷാപ്പില് ഉള്ള ക്യാരക്ടറാണ് ഞാൻ. ഷാപ്പിന്റെ ഓണർ കൊന്തിൻ ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ശിവജിത്ത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റെ ക്യാരക്ടറിന്റെ പേര് തോട്ട ബിജു എന്നാണ്. ഒരു ആ ഷാപ്പിലെ സ്ഥിരം അന്തേവാസിയാണ്, ഒരു കുടിയനാണ്, ഒരു ലോക്കൽ ഗുണ്ടയാണ്. പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്നു എന്നുള്ള രാജേന ഒരു വണ്ടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. അതിന്റെ ഗെറ്റപ്പ് നിങ്ങൾ കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് ആ ഒരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഈ പടത്തിന്റെ ഡയറക്ടറിന്റെ പ്രധാന ഉദ്ദേശമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയരുത് എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. ഇങ്ങനൊരു ഗെറ്റപ്പിൽ ഞാൻ ഇതേവരെ അഭിനയിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിന്റെ റോണക്സ് സേവിയർ എന്ന് പറയും, അദ്ദേഹമാണ് എന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ലോണം ശാന്തിനിയൊക്കെ കണ്ടിട്ടില്ലേ പടത്തില്? നല്ലോണം എല്ലാവരും അതേപോലെ തന്നെയാണ്. ഇല്ലാത്ത ന്യാസിക്ക സൗദിനെ ആണെങ്കിലും ശരി, അങ്ങനെ ഒരു തിരിച്ചറിയാത്ത ഗെറ്റപ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതേപോലെ ആ ക്യാരക്ടേഴ്സ് നിങ്ങൾ പടം കാണുമ്പം അറിയാം, ഒരു ക്രോക്കിനെസ് ഉള്ള ക്യാരക്ടേഴ്സാണ് എല്ലാം. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് വിചാരിക്കുന്ന പോലെ പെരുമാറുന്ന ആൾക്കാരേ അല്ല. ഇവരെല്ലാവരും അവിടെ തല്ലുള്ളൂ, ഒരുപാട് കേസുകളും കുടിയന്മാരും അങ്ങനെ വളരെയധികം എന്താ പറയുക റോങ്ങായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. പക്ഷെ അവര് ഹ്യൂമറിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ സസ്പെൻസ് ത്രില്ലറിനേക്കാളും കൂടുതൽ ഹ്യൂമറിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒരു മർഡർ ഹിസ്റ്ററിയാണ്. പക്ഷെ കൊന്നതാരാന്നൊക്കെ നിങ്ങൾ കുറച്ച് ചെയ്യുന്നത് ഊഹിക്കാൻ പറ്റും. അതിനേക്കാൾ വലുത് ഇതെങ്ങനെ ആ കൊന്നു മരിച്ചു കിടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി പടം കാണാൻ ഇതാണ് എന്റെ ഗെറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. എന്തായാലും എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് ഷാപ്പിലേക്ക് ഇറങ്ങുക. ഈ ക്യാരക്ടറിന്റെ പേര് മെറിൻഡ എന്നാണ്. ഇപ്പൊ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ട് മനസ്സിലായോന്ന് അറിയില്ല. എന്താ വെച്ചാൽ കാണാൻ ചില ആൾക്കാർക്ക് തിരിച്ചറിയുമ്പം ഒരു ജമ്പ് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. എല്ലാ രീതിയിലും ഒരു ഡിഫറെന്റ് ലുക്കാണ്. അത് പറഞ്ഞ പോലെ റോണക്സ് ചേട്ടനാണ് മേക്കപ്പ് ചെയ്തത്, സമീര സമീഷ് ചേച്ചിയാണ് കോസ്റ്റ്യൂംസ് ചെയ്തത്. ഇതിന്റെ വിഷൻ കംപ്ലീറ്റ്ലി ഡയറക്ടറിന്റെ തന്നെയാണ്. ആൾക്ക് ചാതിനിയല്ല വേണ്ടത്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലുക്കിന് വേണ്ടിയിട്ടാണ് ഹെയറും മേക്കപ്പും എല്ലാം ചെയ്തിട്ട് ടോട്ടലി മാറ്റിയത്. അതിൻ്റെ ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റി ആണെങ്കിലും കുറച്ച് കോക്കിയാണ്. അപ്പം അതിൻ്റെതായ ഒരു ഭാഗമായിട്ടാണ് ലുക്ക് വൈസും മാറ്റിയത്. ഒരു മൂക്കുത്തിയൊക്കെ വെച്ചിട്ട് കോസ്റ്റ്യൂംസ് ആണെങ്കിലും സിമ്പിളാണ്. പക്ഷെ ഷൈജുക്കേൻ്റെ ഒരു കളർ പാലറ്റിലാണ് ഡ്രസ്സിങ് ഒക്കെ പോകുന്നത്. പിന്നെ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സിനിമ എല്ലാം കാണണം. പിന്നെ നിങ്ങളിങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ സംസാരിക്കോ?
എല്ലാവരും ഇങ്ങനെ കുശ് 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 പറയണം. എനിക്കത് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് സൈഡിൽ സംസാരിക്കുന്നുണ്ട്, അവിടുന്ന് സൈഡിൽ സംസാരിക്കുന്നുണ്ട്. അവര് ഞാൻ ഇവിടെ പഠിച്ചിട്ടില്ല. സോ ലൈക്ക് ഇന്ത്യയിൽ പഠിക്കാത്തതിൻ്റെ ഒരു മിസ്സിങ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ എന്താണ് അവിടുന്ന് ഗോസിപ്പ് ചെയ്യുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്തായാലും പറയില്ലെന്ന് അറിയാം. സോ സിനിമ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ കാണും. കണ്ണെന്നാണ് സൗഭിക്കേന്റെ പേര്, ക്യാരക്ടറിന്റെ പേര്. SI സന്തോഷാണ് ബേസിൽ ചന്ദ്ര ക്യാരക്ടറിന്റെ പേര്. സോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയാൽ നമ്മളുടെ ഒരു കള്ള് ഷാപ്പിന്റെ ഒരു സ്റ്റോറി കാണാൻ പറ്റും. താങ്ക് യു. അടുത്തതിന് ആരെങ്കിലും? എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് 3 പേരോടും കൂടെയാണ്. നിങ്ങൾക്ക് പ്രൊഡ്യൂസർ അൻവർ റഷീദ് സാറിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒപ്പം സൗബിൻ സാറിൻ്റെയും ബേസിൽ സാറിൻ്റെയും കൂടെയുള്ള എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഞാൻ ഈ ഒരു ടീമിന്റെ കൂടെ ആദ്യമായിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യാതെ. എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ടീമാണ് എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ആൾക്കാരാണ് കൂടുതലും ഇതിലുള്ളത്. അപ്പം അൻവർക്ക ആദ്യമായിട്ട് എന്നെ ഈ ഇതിലോട്ട് വിളിച്ചിട്ട് ഞാൻ പോകുന്ന അൻവർക്കയുടെ ഓഫീസിലോട്ടാണ്. അപ്പൊ എൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. കാരണം ഞാൻ പണ്ടൊക്കെ ഈ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂടുതലും കുറെ ടെക്നോളജിയൊക്കെ കുറെ വളർന്നതിന് ശേഷം നമുക്കിപ്പോ കൂടുതലും മെയിലിലൂടെയൊക്കെ ആയിരിക്കും സ്ക്രിപ്റ്റ് വരിക. പഴയ കാലഘട്ടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് ഒരു ബണ്ടിലായിട്ട് കൊടുക്കുന്ന അത് കിട്ടുക എന്ന് പറയുന്ന വലിയൊരു ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം, അതിൽ ഏറെ അഭിമാനമാണ്. അതൊക്കെ സംഭവിച്ചത് ഇതിലൂടെയാണ്. അതുപോലെ നമ്മുടെ ഡയറക്ടർ ശ്രീരാജ് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. എങ്കിൽ കൂടിയും അങ്ങനെ ഒരു പുതുമുഖ സംവിധായകന്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ വർക്ക് ഭയങ്കര നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് കൂടുതൽ എനിക്ക് ഇംപ്രൂവ് ചെയ്യാനും കൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാലോ, സൗഭിക, ബേസിൽ, ശാന്തിനി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ട് വന്നിട്ടുള്ള വലിയ ആർട്ടിസ്റ്റുകളുടെ ഒരു ഇതുണ്ട്. അവര് ചെയ്യുന്ന രീതികൾ കൂടി അപ്പൊ അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സ് കൂടി എനിക്ക് ഈ സിനിമയിലൂടെ കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഈ സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ഒരുപാട് നാടകങ്ങൾ ചെയ്ത് ഒരുപാട് കലകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പുതുമുഖം കൂടി ഉള്ള ഒരു സിനിമയാണ്. പക്ഷെ എങ്കിൽ കൂടിയും നമുക്ക് പെട്ടെന്ന് ഒരു പുതുമുഖത്തിന്റെ ഒരു ഇതൊന്നും തോന്നാത്ത രീതിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ള ഒരു അത്ഭുതം. ക്യാമറ ചെയ്തിരിക്കുന്ന ഷൈജു ഖാലിദ്, അപ്പം ചേട്ടന്റെ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷവും അഭിമാനവും തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേര്, വലിയൊരു ക്രൂവിന്റെ കൂടെയാണ് ഞാൻ ഈ പ്രാവിൻകോട് ഷാപ്പിലുണ്ടായത്. മാത്രമല്ല നമുക്ക് കൂടുതലും ഒരു ആർട്ടിസ്റ്റിന് അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിസ്റ്റിന്റെ രീതിയിൽ ഒരു ഫ്രീഡം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഒരു സ്വന്തമായിട്ട് നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാനും കൂടി പറ്റിയിട്ടുണ്ട്. എനിക്ക് വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ ഈ ഒരു ക്രൂവിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ. ഐ തിങ്ക് നമ്മളെല്ലാവരും ഒരു അൻവർ റഷീദ് ഫാനാണെന്ന് തോന്നുന്നു. ആളുടെ ഒരു ഡയറക്ഷൻ ചെയ്ത സിനിമകളാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും എനിക്ക് പക്ഷെ ആളെ കുറച്ചും കൂടെ അടുത്തറിഞ്ഞപ്പം ആളുടെ ഒരു പേഴ്സണലി ആളെങ്ങനെയാണോ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു ഫാനാണ് ഞാൻ. ഇത്രയും അതിനെ ഹംബിൾ എന്നാണോ വിളിക്കേണ്ടത്, അല്ല കൈൻഡ് ഹാർട്ടഡ് ആണോ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആളെ പോലത്തൊരാളെ ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. ആളെ ചുറ്റും നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആളെ പോലെ ബെറ്റർ ആവണമെന്ന് തോന്നും. ആളുടെ ഫാമിലിയൊക്കെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഇങ്ങനെ വരുന്ന ഒരു ഫാമിലിയാണത്. അപ്പം ആ സെറ്റും അങ്ങനെ തന്നെയായിരുന്നു. അതിനി ആളെ പ്രൊഡ്യൂസർ നിലയിൽ എല്ലാവർക്കും അത് സ്പ്രെഡ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സെറ്റ് ഫുള്ളും നമുക്ക് അവിടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും ടെക്നിക്കൽ സൈഡാണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും ഒരു നല്ല സിനിമ ചെയ്യണം എന്നുള്ളൊരു മോട്ടീവിലാണ് ആ സിനിമ ഫുള്ളും ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ശ്രീരാജിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനിൽ ആൾക്കൊരു കറക്റ്റ് ഒരു വിഷൻ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് എനിക്ക് കൺവേ ഐ തിങ്ക് നമുക്ക് എല്ലാവരോടും എന്താണോ വേണ്ടതെന്ന് ആൾ കറക്റ്റ് പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു. ഡബ് ചെയ്യാനാണെങ്കിലും ഐ തിങ്ക് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റിയത്.
സോ ആ ഒരു സെറ്റിൽ പോകുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് എൻ്റെ ഒരു ബെസ്റ്റ് കൊടുക്കണം എന്നാണ്. എന്താ വെച്ചാൽ ആ ടീം അത്രയും അഡ്വാൻസ്ഡ് ആണ്. സോ അങ്ങനത്തെ ഒരു ടീമിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളിപ്പോൾ പാട്ട് കണ്ടു, വിഷ്ണു വിജയാണ് പാട്ട് ചെയ്തത്, വിഷ്ണു ഗോവിന്ദാണ് സൗണ്ട് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ടീം ഫുള്ളായിട്ട് എല്ലാവർക്കും അറിയുന്ന കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ അങ്ങനത്തെ ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര ജോളി ആയിരുന്നു സെറ്റിലും. സോ അതൊക്കെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങള് കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് രാജ്യമാണിക്ക് കിടക്കുന്നത്. എത്ര നമുക്ക് ഫ്രണ്ട്സുണ്ട്? അവിടെ കൈ വെക്കിട്ടില്ല, നിങ്ങൾ അച്ഛനായി എനിക്കൊന്നും കാണാൻ പറ്റില്ല, നേരെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്നു. അപ്പം അവിടുത്തെ അമ്പുക്ക ഞങ്ങൾ വിളിക്കുന്ന അന്ന് റഷീദ് അന്ന് പരിചയമില്ലായിരുന്നെങ്കിലും എന്താ പറഞ്ഞ വളരെയധികം ഇൻസ്പയറായിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ലാലേട്ടന്റെ ചോട്ടാ മുംബൈ, അതും വളരെയധികം വലിയ 2 സിനിമകളും ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പൊ സിനിമയെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ആൾക്കാരിൽ ഒരാളാണ് അൻവർ റഷീദ്. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് സ്വപ്നം കണ്ട് ആദ്യത്തെ സിനിമ ഞങ്ങളുടെ ഓണായി. ഞങ്ങളുടെ ടീം മെമ്പേഴ്സിലാണ് ഞാനും പ്രേമത്തിന്റെ ഡയറക്ടറായ അൽഫോൺസ് പുത്രൻ, പിന്നെ കൃഷ്ണശങ്കർ, അങ്ങനെ ഒരു കൂട്ടം സിനിമാ മോണികൾ നിങ്ങൾക്ക് അറിയുമെന്നുള്ള ഈ ഗോപു സിനിമ ചായ കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. ഈ മണപ്പുറത്ത് കൂടി നടന്നാണ് ആദ്യത്തെ സിനിമകളെല്ലാം സ്വപ്നം കണ്ടത്. അങ്ങനെ ഞങ്ങൾ സിനിമ സ്വപ്നം സാക്ഷാത്കാരമായി നേരം ഇവരുടെ സിനിമ ഇറങ്ങി. അങ്ങനെ ആ പാട്ട് ഇറങ്ങിയതോടുകൂടി ഞങ്ങളുടെ നേരം മാറി. ആ നേരം മാറി ഞങ്ങൾ കുറച്ച് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അൻവർ റഷീദ് നമ്മളെ ഇൻസ്പയർ ചെയ്ത ആ വ്യക്തിയുടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. പ്രേമം അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പത്തൊട്ട് അമ്പൊക്കെ അറിയാം. പിന്നെ അതിൽ സൗദിനുണ്ടല്ലോ, സൗദിനും വർഷങ്ങളായിട്ട് അറിയാം. സൗദിനായിട്ട് എനിക്ക് തോന്നുന്നു 5-ാമത്തെ സിനിമ പറ്റിയാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പാതിരാത്രി എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്, അതിനകത്തും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള എന്റെ എക്സ്പീരിയൻസ് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതിനകത്ത് അൻവർ റഷീദ് ആയിക്കോട്ടെ, സൗദിനായിക്കോട്ടെ, ബേസിൽ തൊട്ട് ഞാൻ 2ാമത്തെ സിനിമയാണ് അഭിനയിച്ചിരിക്കുന്നത്. അറിയുമെന്നുള്ള കൂടി എന്ന് പറഞ്ഞ സിനിമ ഒരു 5-6 വർഷം മുമ്പ് ബേസിന്റെ ഒപ്പം അഭിനയിച്ചിരുന്നു. പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ഷൈജു ഖാലി, വിഷ്ണു വിജയ്, റോണക്സ്, സമീറ സനീഷ്, ഇതിന്റെ ഓഡിയോഗ്രഫി ആയിട്ടുള്ള വിഷ്ണു ഗോവിന്ദ്, ഞങ്ങളെല്ലാം വിഷ്ണു ഗോവിന്ദ് ഞാനും ചെന്നൈയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. വളരെ 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 എനിക്ക് സംബന്ധിച്ചൊരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് ഒരു കുടുംബ ചിത്രമാണ്. വളരെ അടുത്ത പരിചയമുള്ള സുഹൃത്തുക്കളും അണ്ണന്മാരും ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. അപ്പം എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പോലെ ക്ലാസ്സിലേക്ക് വരുന്ന പോലെയാണ് ഈ ഫിലിമിന്റെ സെറ്റിലേക്ക് വന്നിരുന്നത്. അവിടെ വരുന്നു, കൂട്ടുകാരായിട്ട് എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. അതിന്റെ ഇടയിലായിരുന്നു പടം എടുപ്പ്.